നമസ്കാരം. UAE പോലുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള പ്രവാസികളിൽ പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരാണ് എന്ന് പലപ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മലയാളിയെങ്കിലും ഇല്ലാത്ത ഒരു പ്രദേശവുമില്ല എന്ന് പറയുന്നതും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഇത്തരത്തിൽ മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരികയാണ്. ദുബായിലെ ഏകദേശം കമ്പനികളിൽ മിക്കതും ഇന്ത്യൻ കമ്പനികളാണ് എന്നുള്ള ഒരു നേട്ടം കൂടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ദുബായിൽ 73,000-ലധികം ഇന്ത്യൻ കമ്പനികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇവയുടെ എണ്ണത്തിൽ 173% വർധനവാണ് ഉണ്ടാക്കിയതെന്നും ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുംബൈയിൽ നടന്ന ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാനായിട്ടുള്ള അഹമ്മദ് ബിൻ ബയാത്താണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഇതോടെ ദുബായിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണ് എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. 2024 അവസാനത്തോടെ 70,600-ലധികം ഇന്ത്യൻ കമ്പനികൾ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സജീവ അംഗങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. ഇത് അവരെ ദുബായിലെ ഏറ്റവും വലിയ വിദേശ ബിസിനസ് കമ്മ്യൂണിറ്റിയാക്കി മാറ്റിയിട്ടുമുണ്ട്. 2023-ൽ 16,623 പുതിയ ഇന്ത്യൻ കമ്പനികൾ ചേംബറിൽ ചേർന്നുവെന്നും ദുബായിൽ ബിസിനസ് നടത്താനുള്ള ഇന്ത്യൻ സംരംഭകരുടെ താല്പര്യം വെളിപ്പെടുത്തുന്നതാണ്. ദുബായുമായി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ദുബായുമായി മാത്രമല്ല ലോകവുമായി ബിസിനസ് ചെയ്യുന്നു എന്നാണ് അഹമ്മദ് ബിൻ ബയാത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഇന്ത്യയുടെ ബിസിനസ് മേഖല അത് വളരെ വലിയ രീതിയിൽ തന്നെ ശക്തമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം വ്യക്തം. 2019 മുതൽ 2023 വരെയുള്ള 5 വർഷത്തിൽ ഇന്ത്യ ദുബായ് ഓയിൽ ഇതര വ്യാപാരം $190 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ 23.7% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ബയത്ത് വ്യക്തമാക്കുന്നത്. ഈ വർഷം ആദ്യപാദത്തിൽ 4,500-ലേറെ പുതിയ കമ്പനികൾ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ ചേർന്നിട്ടുണ്ട്. ഇത് വർഷം തോറും 16.2% വളർച്ചയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ ഇതുവരെ 73,114 ഇന്ത്യൻ കമ്പനികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ പുതിയതായിട്ട് അതായത് 36,595 ട്രേഡിംഗ് സർവീസ് മേഖലയിലും പിന്നീട് സർവീസ് മേഖലകളിലും 17,631 റിയൽ എസ്റ്റേറ്റും ബിസിനസ് സേവനങ്ങളിലൊക്കെയാണ് ആളുകൾ ഉള്ളത്. 12,281 കൺസ്ട്രക്ഷൻ മേഖലയിലും ഇന്ത്യൻ കമ്പനികളുണ്ട്. 2015-ൽ 25,795 ഇന്ത്യൻ കമ്പനികളുടെ എണ്ണമാണ് 2025-ൽ 70,600 വരെ എത്തി ഉയർന്നു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഏകദേശം 173.7% വളർച്ചയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ദുബായ് കിരീടാവകാശി ഇന്ത്യയിലേക്ക് എത്തിയത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ ഇന്ത്യൻ പ്രവാസിയുമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിയത് എന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ, ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബന്ധങ്ങൾ എന്നിവയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അറബ് നേതാവുമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകളുമായിട്ടൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇത് തുടരുമെന്ന സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെത്തിയ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അടക്കം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തി. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് വരവേറ്റത് സുരേഷ് ഗോപി MP ആയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യ ദുബായ് ബന്ധം അത് അതിശക്തമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്പനികളാണ് ദുബായിൽ ഉള്ളത് എന്നത് കൂടെയുള്ള റിപ്പോർട്ട് കൂടെ പുറത്തു വരുമ്പോൾ ഇന്ത്യയുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നത് തന്നെ വ്യക്തമാകുകയാണ്.